വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ക്രിസ്മസ് റെസിപ്പിയുമായിട്ടാണ്. ഒരു അടിപൊളി വൈനാണ്, അതും ചെറുപഴം കൊണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു വൈനാണ്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ വൈൻ എടുക്കുന്നത് നമ്മളിവിടെയൊക്കെ പറയും ചാമ്പക്കണ്ണൻ അല്ലെ ചാമ്പപ്പൂവൻ എന്നൊക്കെ പറയും. ആ ഒരു പഴമാണ് എടുക്കുന്നത്. നല്ല പഴുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു ഏകദേശം ഒരു 2 കിലോയുടെ വൈനാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള പഴമൊക്കെ എടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് നമ്മൾ സ്മാഷ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിനൊക്കെ മുമ്പ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 2 കിലോ പഴമായതുകൊണ്ട് 2 ലിറ്റർ വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കണം. ആ തിളയ്ക്കുന്ന സമയം കൊണ്ട്, നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വൈൻ എന്ന് പറയുന്ന ഒരു ഓഫ് വൈറ്റ് കളറാണ്. നമ്മൾ ഇച്ചിരി കളർ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഷുഗർ കാരമലൈസ് ചെയ്ത് ഇതിലോട്ട് ചേർക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യാവൂ. കാരണം നമ്മുടെ കാരമലൈസ് ഷുഗറിന് വേണ്ടി ഇതുപോലെ ഒരു ബബിൾസ് വരുന്നുണ്ടല്ലോ. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വൈനകത്ത് ഒഴിക്കത്തുള്ളൂ. ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം വൈനുള്ള മസാലകളുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 വറ്റൽമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്ക, പിന്നെ ഇഞ്ചി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഒരു 2-3 എണ്ണത്തിന് കൂടുതൽ ആവശ്യമില്ല. നമ്മൾ ആ ഒരു എന്നാ പറയുന്നത്, നമ്മളത് കുടിക്കുമ്പോഴേ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ അറിയാൻ പറ്റത്തുള്ളൂ. ഇത്രയും കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. നമ്മൾ പഴമെല്ലാം സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ സ്പൈസസും റെഡിയാണ്. ഇനി നമുക്ക് ഇത് നിറച്ച് വെക്കാനുള്ളൊരു ക്ലീനായിട്ടുള്ളൊരു കുപ്പി വേണം. നല്ല ഉണങ്ങിയ കുപ്പി വേണം. ഇതിനകത്തോട്ട് നമുക്കിനി കുറേശ്ശെ പഴം ഇട്ട് കൊടുക്കാം. നമ്മൾ പഴമെല്ലാം കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 2 കിലോ പഴമായതുകൊണ്ട് നമുക്ക് 2 കിലോ ഷുഗർ വരെ ചേർക്കാം. ഒരു 1.5 കിലോ ഷുഗർ വരെ ചേർക്കാം. ഞാനിവിടെ 1 കിലോ ഷുഗറാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പഴവുമാണ്. പിന്നെ നമുക്ക് ഒരുപാട് ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ഏകദേശം 2 കിലോ വരെ ചേർത്താൽ കുഴപ്പമില്ല. നമ്മളൊരു ഹെൽത്ത് വൈസ് ഒക്കെ നോക്കുമ്പം നമുക്ക് 1 കിലോയെ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 2 കിലോ വരെ ചേർക്കാം. പിന്നെ അതിനകത്തോട്ട് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്കിത് എടുക്കാം. ഒരു ദിവസമേ നമ്മളിത് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കോട്ടൺ തുണിയൊക്കെ വെച്ച് നമ്മൾ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അടപ്പ് വെച്ച് തന്നെയാണ് ഞാൻ ഇത് കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ നോക്കുമ്പം നമ്മുടെ വൈനൊക്കെ നല്ല തെളിഞ്ഞിട്ട് പഴമൊക്കെ മേളി വന്ന് നിൽപ്പുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ടുണ്ട്. ഒറ്റ ദിവസമേ വെച്ചുള്ളെങ്കിലും നമ്മൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുത്ത് നോക്കാം. ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അങ്ങനെ നമ്മൾ വൈനൊക്കെ അരിച്ച് നമ്മൾ വേറൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വൈനാണ്. ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു ഈസി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.